ലക്ഷ്മി ഗോപാലസ്വാമിയുടെ വിവാഹ ജീവിതവും കുടുംബജീവിതവും തന്നെയാണ് എപ്പോഴും ചർച്ച ചെയ്യപ്പെടാറുള്ളത്. എപ്പോഴും അതിനെക്കുറിച്ചുള്ള ചർച്ച സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഇന്നും അവിവാഹിതയായി നിൽക്കുന്ന പല നടിമാരുടെ പട്ടികയിൽ ലക്ഷ്മി ഗോപാലസ്വാമി മുൻപന്തിയിലാണ്. ലക്ഷ്മി ഗോപാലസ്വാമിക്ക് വിവാഹമുണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് പ്രേക്ഷകർക്ക് ചോദിക്കാനുള്ളത്. ഇപ്പോൾ ഉടൻ വിവാഹം ഉണ്ടാകുമെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നുമുണ്ട്. 54 വയസ്സ് വരെ അവിവാഹിതയായി തുടർന്ന ജീവിതവും വാർത്തയ്ക്ക് പിന്നാലെ സത്യവും ഇപ്പോൾ താരം തന്നെ വെളിപ്പെടുത്തുന്നു. എനിക്ക് വിവാഹമുണ്ടാകുമെങ്കിൽ അത് താനേ ഉണ്ടാകും. ഞാനൊന്നിനെയും പ്രഷർ ചെയ്യുന്നില്ല. അത് താനേ നടക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ എന്തായാലും ഒന്നും തീരുമാനിച്ചിട്ടില്ല എന്നാണ് ലക്ഷ്മി ഗോപാലസ്വാമി പറയുന്നത്. ഇങ്ങനെയാണ് വാർത്തകളെക്കുറിച്ച് പ്രതികരിക്കുന്നതെന്ന് ലക്ഷ്മി ഗോപാലസ്വാമിയോട് ചോദിച്ചാൽ പതിവ് പോലെ തന്നെ നുണപ്രചാരണം ആണെന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി ഗോപാലസ്വാമി വിവാഹിതയാകാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെ പറയുന്നു. എപ്പോഴും ലക്ഷ്മി ഗോപാലസ്വാമിയെക്കുറിച്ച് ഇത്തരത്തിൽ വാർത്തകൾ പ്രചരിക്കാറുണ്ട്. എന്നാൽ ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് താരം തന്നെ നേരിട്ടെത്തി ഭൂരിഭാഗം സമയവും തുറന്നു പറയാറാണ് പതിവ്. അഭിനയത്തിനും നൃത്തത്തിനും ഇടയിൽ വിവാഹം മറന്നുപോയതാണോ എന്ന് തന്നെ പലരും നടിയോട് തുറന്നു ചോദിച്ചിട്ടുണ്ട്. എന്നാൽ അതും സംഭവിക്കുമ്പോൾ സംഭവിക്കും എന്നാണ് നടി തന്നെ മുൻപ് പറഞ്ഞിട്ടുള്ളത്. അരയന്നങ്ങളുടെ വീട് എന്ന ചിത്രത്തിലൂടെ ഒരു അരയന്നമായി തന്നെ ശാലീന സൗന്ദര്യത്തോടെ നൃത്തം ചെയ്തുകൊണ്ട് മലയാള സിനിമ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്ന പെൺകുട്ടി. ഇങ്ങനെയാണ് ലക്ഷ്മി ഗോപാലസ്വാമിയെക്കുറിച്ച് ആരോട് ചോദിച്ചാലും പറയാനുണ്ടാവുക. ജന്മം കൊണ്ട് കർണാടകക്കാരിയാണെങ്കിലും കർമ്മം കൊണ്ട് മലയാളികളുടെ പ്രിയപ്പെട്ട നടി. ഇപ്പോൾ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ഈ ജന്മദിനത്തിൽ പ്രായം കൊണ്ട് തന്നെ പലതിനെയും അതിജീവിച്ച ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ജീവിതം തന്നെയാണ് ചർച്ചയാകുന്നത്. 1970 ജനുവരി 7-നാണ് ലക്ഷ്മി ഗോപാലസ്വാമിയുടെ ജനനം. അച്ഛൻ MK ഗോപാലസ്വാമി, അമ്മ ഡോക്ടർ ഉമ ഗോപാലസ്വാമി. സംഗീതജ്ഞ കൂടിയായ അമ്മ ലക്ഷ്മിക്ക് വേണ്ടി പലപ്പോഴും താളം തിട്ടപ്പെടുത്തിയിരുന്നു. ചെറിയ വയസ്സ് മുതലേ നൃത്തം അഭ്യസിച്ചു തുടങ്ങിയ ലക്ഷ്മി ഗോപാലസ്വാമിക്ക് ഇന്നും ശ്വാസവും നിശ്വാസവും നൃത്തം തന്നെയാണ്. 17-ാം വയസ്സിൽ മോഡലിംഗ് ചെയ്തുകൊണ്ട് ലക്ഷ്മി കരിയർ തുടങ്ങി. ഡാൻസിലും മികച്ച രീതിയിൽ തന്നെ മുന്നിട്ട് നിന്നു. 17-ാമത്തെ വയസ്സ് തൊട്ട് അധ്വാനിക്കാൻ തുടങ്ങിയതാണ്. ആ അധ്വാനത്തിൽ നിന്ന് പിറന്നതാണ് ഇന്ന് താരം നേടിയ എല്ലാം. ലക്ഷങ്ങളുടെ സ്വത്തുക്കളായാലും എല്ലാം താരം തന്നെ ഒറ്റയ്ക്ക് ചെയ്തു തീർത്തതാണ്. കുടുംബപരമായി തന്നെ സ്വത്തുക്കൾ ഉണ്ടെങ്കിലും ഇപ്പോൾ ലക്ഷ്മിയുടെ പക്കലുള്ളതെല്ലാം ലക്ഷ്മി തന്നെ സ്വന്തമായി അധ്വാനിച്ച് വാങ്ങിയത്. അധ്വാനിച്ച് വാങ്ങുന്നതിൻ്റെ സുഖം വേറൊന്നു തന്നെ താരം തന്നെ പലപ്പോഴും അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ ഒരു ജീവിതം. കുടുംബമാകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും അഡ്ജസ്റ്റ്മെൻറ്റുകളും വേണമല്ലോ. അതിനോട് പൊരുത്തപ്പെടാനൊക്കെ തന്നെയും കുറച്ച് തയ്യാറെടുപ്പുകൾ വേണം. അത് നടക്കുമ്പോൾ നടക്കും എന്നല്ലാതെ വിവാഹത്തെക്കുറിച്ച് മറ്റൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ലക്ഷ്മി ഗോപാലസ്വാമിയുടെ മുഖം കണ്ടാൽ തന്നെ ലക്ഷ്മി ഗോപാലസ്വാമിയുടെ നൃത്തത്തിൻ്റെ ചാരുതയെക്കുറിച്ച് അറിയാൻ സാധിക്കുമെന്ന് പ്രേക്ഷകർ പറയാറുണ്ട്. എപ്പോഴും സജീവമായി അഭിനയത്തിലും നൃത്തത്തിലുമൊക്കെ നിൽക്കുന്ന ഇൻഹിബേഷൻസ് ഇല്ലാത്ത കഥാപാത്രങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു വ്യക്തിയായി തന്നെ ലക്ഷ്മി ഗോപാലസ്വാമിയെ പ്രേക്ഷകർക്കറിയാം. ബോയ് ഫ്രണ്ട് എന്ന ചിത്രത്തിൽ മണിക്കുട്ടൻ്റെ അമ്മയായി അഭിനയിക്കുമ്പോൾ 35 വയസ്സ് മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും ലക്ഷ്മിക്ക് അത്ര ചെറുപ്പമായിരുന്നുവെന്നും പറയുന്നു. അമല പോളിൻ്റെ അമ്മയായും ലക്ഷ്മി ഗോപാലസ്വാമി അഭിനയിച്ചിട്ടുണ്ട്. അമ്മ വേഷങ്ങൾ ചെയ്യാൻ പോലും യാതൊരു മടിയില്ലാത്ത നടി തന്നെയാണ് ലക്ഷ്മി ഗോപാലസ്വാമി. കഥാപാത്രങ്ങളും സിനിമയും തന്നെയാണ് മികച്ചത്. ഈ 2 സിനിമകളിൽ അമ്മ റോള് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതൊക്കെ തന്നെയും ഹിറ്റുകളായ സിനിമ തന്നെയാണ്. നൃത്തത്തിൻ്റെയും അഭിനയത്തിൻ്റെയും ഇടയിൽ മറന്നുപോയതാണോ വിവാഹം എന്ന് ചോദിച്ചു പോകുന്നവരൊക്കെ തന്നെയും എപ്പോഴും ലക്ഷ്മി ഗോപാലസ്വാമിയുടെ നല്ലത് മാത്രം ആലോചിച്ചു പോകുന്നു എന്നാണ് പറയുന്നത്. ഒരാളെ കാണുമ്പോൾ ഇനി ജീവിതത്തിൽ ഇയാൾ വേണമെന്ന ഫീല് ആരോടും തോന്നിയിട്ടില്ല എന്നും അതുകൊണ്ട് നടന്നില്ല എന്നുമാണ് പറയുന്നത്. കല്യാണം കഴിച്ചില്ലെങ്കിൽ എന്താ കഴിക്കാത്തതെന്നൊക്കെയുള്ള ചോദ്യം നിരന്തരമായി ജീവിതത്തിൽ വരുമ്പോൾ ഞാൻ ഹാപ്പിയാണ് എന്നാണ് നടിയുടെ മറുപടി. സിനിമയിലല്ലാതെ ജീവിതത്തിൽ എന്തെങ്കിലും നേടണമെന്ന ആഗ്രഹത്തിന് പുറത്തായിരുന്നു ഞാൻ. അതിനിടയിൽ പറ്റിയ ആൾ വന്നാൽ വിവാഹം ചെയ്യാമെന്ന് കരുതിയിരിക്കുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഞാനൊന്നും പ്ലാൻ ചെയ്ത് സംഭവിച്ചതല്ല. വിവാഹവും അങ്ങനെയാണെന്ന് ലക്ഷ്മി ഗോപാലസ്വാമി തന്നെ പറയുന്നു.